തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് തസ്മിത്ത് തംസ് എന്ന 13-കാരിയെ കാണാതായിട്ട് 25 മണിക്കൂർ പിന്നിടുകയാണ്. പെൺകുട്ടി കന്യാകുമാരിയിൽ എത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 3:25-നാണ് ഐലൻഡ് എക്സ്പ്രസിൽ കുട്ടി കന്യാകുമാരിയിൽ എത്തിയത് എന്നാണ് സൂചന. അതിലേറ്റവും പ്രധാനം ഒരു ഓട്ടോ ഡ്രൈവറുടെ മൊഴിയാണ്. ഈ മൊഴിയിൽ ഓട്ടോ ഡ്രൈവർ ഉറച്ചു നിൽക്കുകയാണ് ഈ കുഞ്ഞിനെ അവിടെ വെച്ച് കണ്ടുവെന്ന്. അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച്, ബീച്ച് കേന്ദ്രീകരിച്ചൊക്കെയുള്ള പരിശോധനയാണ് നടത്തുന്നത് കേരള പോലീസിൽ നിന്ന് അവിടെ എത്തിയിരിക്കുന്ന സംഘം. അതുപോലെ തന്നെ തമിഴ്നാട് പോലീസ്, RPF എല്ലാവരും കാര്യക്ഷമമായ ഊർജിതമായ തെരച്ചിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട പുതിയ സൂചനകൾ കിട്ടുന്നില്ല എന്നതാണ് ഈ സംഘങ്ങളെ എല്ലാം വലയ്ക്കുന്നത്. ഷഫീദ് റാവുത്തർ പുതിയ വിവരങ്ങൾ നൽകാൻ കന്യാകുമാരിയിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. ഷഫീദ്, കേരള പോലീസ് നൽകുന്ന എന്തെങ്കിലും പുതിയ സൂചനകളുണ്ടോ? അവരുടെ അടുത്ത പരിപാടി എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ? വേണു, അന്വേഷണം വഴിമുട്ടി എന്നുള്ളത് മാത്രമാണ് ഏറ്റവും ഒടുവിൽ നമുക്കിപ്പോൾ പുറത്തു പറയാൻ കഴിയുന്ന വിവരം. കാരണം ഇതുവരെയും കേരള പോലീസിന് ഈ പെൺകുട്ടി കന്യാകുമാരിയിൽ എത്തി എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ ഒരു തരത്തിലുള്ള ഇൻഫർമേഷൻസും ഒരു തരത്തിലുള്ള എവിഡൻസും കിട്ടിയിട്ടില്ല. CCTV അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിശോധന, ആ പരിശോധന അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ സാധ്യത അത് പോലീസ് പ്രതീക്ഷിച്ചെങ്കിലും അങ്ങനെ ഒരു സാധ്യതയിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല. ഇനി ആകെയുള്ളൊരു പ്രതീക്ഷ കാടടച്ചുള്ളൊരു വെടിവെപ്പാണ്. അതിന്റെ ഭാഗമായി പാറശാലയ്ക്ക് ഇപ്പുറത്തേക്ക് ഇരണിയൽ, അതേപോലെ തന്നെ നാഗർകോവിൽ തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന, അത് ആ പരിശോധനയിൽ മാത്രം ഒതുങ്ങും എന്നുള്ളത് മാത്രമല്ല ഈ കന്യാകുമാരിയിലേക്ക് അതല്ലെങ്കിൽ പാറശാലയ്ക്ക് ഇപ്പുറത്തേക്ക് കുട്ടി വന്നിട്ടുണ്ട് എന്നുള്ളൊരു സ്ഥിരീകരണം ലഭിച്ചിട്ടും വേണ്ട ഗൗരവത്തിൽ ആ ഒരു ടീമിനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അന്വേഷണം നടത്താനുള്ള രീതിയിലേക്ക് കേരള പോലീസ് ഇതുവരെ കടന്നിട്ടില്ല എന്നുള്ളതും ഈ നിമിഷം നമ്മൾ നിർഭാഗ്യവശാൽ ആ കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കേണ്ടി വരും. കാരണം 25 മണിക്കൂർ കഴിയുന്നു, 25 മണിക്കൂർ പിന്നിട്ടിട്ടും അങ്ങനെ ഒരു കോർഡിനേഷൻ അതുണ്ടാകുന്നില്ല. മാത്രമല്ല ഇത്രയധികം സ്ഥലങ്ങളിലേക്ക് കുട്ടി പോകാൻ സാധ്യത പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് എന്തുകൊണ്ട് അന്വേഷണം നടത്തുന്നില്ല ഈ ഘട്ടത്തിൽ എന്നുള്ള ചോദ്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉയരുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഏതാണ്ട് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ CCTV സാധ്യതകൾ അത് പോലീസ് തള്ളുന്നുണ്ട്. കാരണം ഇതിൽ നേരത്തെ തന്നെ RPF ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു, ഈ 3 മണിക്ക് ശേഷം അവരുടെ സംവിധാനങ്ങളൊക്കെ അലേർട്ടഡ് ആയിരുന്നു. കാരണം കേരള പോലീസിൽ നിന്ന് തമിഴ്നാട് പോലീസിന് കൃത്യമായ സൂചനകൾ മിസ്സിംഗ് കേസ് എന്ന രീതിയിൽ കിട്ടി. അതിനുശേഷം പട്രോളിംഗ് അടക്കം ഈ കന്യാകുമാരി പോലീസ് സ്റ്റേഷനിൽ അലേർട്ടഡ് ആയിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ മാത്രം 5:30 ഈ പെൺകുട്ടിയെ റെയിൽവേ സ്റ്റേഷന് മുൻപിൽ വെച്ച് കണ്ടുവന്ന ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും ഒരു ടീ ഷോപ്പ് ഉടമയുടെ മൊഴിയുണ്ട്. അത് ഈ പെൺകുട്ടിക്ക് സമാനമായി സാദൃശ്യം തോന്നുന്ന തരത്തിലേക്ക് ആരോ നടന്നു പോകുന്നു, ബീച്ച് ഭാഗത്തേക്ക് നടന്നു പോകുന്നുള്ള രണ്ടാമത്തെ മൊഴി. ഈ 2 മൊഴികളല്ലാതെ മറ്റൊന്നുമില്ല. ഈ 2 മൊഴികൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഏത് രീതിയിൽ അന്വേഷണം നടത്താൻ കഴിയും എന്നുള്ളതാണ് ഇതിലെ ചോദ്യം. ഏതായാലും നിലവിൽ ഇപ്പോൾ കന്യാകുമാരിയിൽ ക്യാമ്പ് ചെയ്യുന്ന കേരള പോലീസിന്റെ സംഘം അവർ ഊർജിതമായ തിരച്ചിൽ തുടരുകയാണ്. പ്രത്യേകിച്ച് ഈ CCTV ഇപ്പോൾ അവർ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ കൂടി ഈ തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടു കൂടി മറ്റു ചില സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അവരുടെ അന്വേഷണം അത് തമിഴ്നാട് പോലീസ് നടത്തുന്നുണ്ട്. ഈ തമിഴ്നാട് പോലീസിന്റെ സർവൈലൻസ് ക്യാമറയിൽ എവിടെയെങ്കിലും ഈ പെൺകുട്ടി പാസ് ചെയ്ത് പോകുന്ന ഇതുവരെയും കണ്ടെത്തിയിട്ടുമില്ല. അങ്ങനെ ആശങ്കകൾ പലതാണ്. അതുകൊണ്ടാണ് ഇതിന്റെ അന്വേഷണം. കേരളത്തിലെ പോലീസ് സംഘത്തിൽ എത്ര അംഗങ്ങളാണുള്ളത് ഇപ്പോൾ? പറയേണ്ടി വരുന്നത് വേണു, 5 പോലീസുകാരാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുള്ളതിൽ ഈ ഒരു SI ഉൾപ്പെടെ 5 പേർ, അതിലൊരാൾ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണ്. നാഗർകോവിലേക്ക് മറ്റൊരു സംഘം എത്തി അന്വേഷണം നടത്താൻ നമുക്ക് വിവരമില്ല. നേരത്തെ 2 സംഘങ്ങൾ എത്തും എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ മറ്റ് ചില സ്ഥലങ്ങൾ, ഈ പാറശാല അതേപോലെ തന്നെ കളിയിക്കവള സ്ഥലങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരള പോലീസിന്റെ ഒരു സംഘം അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് ഈ ഘട്ടത്തിൽ എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. കാരണം അതിനുശേഷം ഈ 3:30-ക്ക് ശേഷം ഈ ഭാഗത്തേക്ക് വന്നിരുന്ന ട്രെയിനുകൾ ഏതൊക്കെ നടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും നമുക്കൊരു വ്യക്തതയില്ല. അതിൽ കുട്ടി ഉണ്ടോ എന്നുള്ള കാര്യവും നമുക്കറിയില്ല. കുട്ടി ഏതെങ്കിലും സ്ഥലത്ത് ഇറങ്ങി മറ്റൊരു ട്രെയിനിൽ കയറാനോ. 5-അംഗ പോലീസ് സംഘം ഇപ്പോൾ എവിടെയാണ്? ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നേരത്തെയൊക്കെ ഈ പോലീസുകാർ ഫോണിൽ ഇങ്ങനെയുള്ള ഈ കുഞ്ഞിന്റെ ചിത്രം ആളുകളെയൊക്കെ കാണിച്ച് അന്വേഷണം നടത്തി മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള അന്വേഷണം മാത്രമാണോ ഇപ്പോഴും നടക്കുന്നത്? ഈ സംഘം എന്ത് ചെയ്യുന്നു? വേണു, ഇപ്പോൾ ഈ അന്വേഷണ സംഘം കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ CCTV റൂമിൽ CCTV-കൾ പരിശോധിക്കുകയാണ്. നേരത്തെ അജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ CCTV ചിലതിൽ വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 3 മണി മുതൽ ഇന്ന് പുലർച്ചെ 7 മണി വരെയുള്ള അത് സമയമെടുക്കുന്നൊരു പ്രോസസ്സ് തന്നെയാണ്. ഒരു പക്ഷേ 5 പേർക്ക് ചെയ്യാൻ പറ്റാവുന്നത് മാക്സിമം അത്രയുമൊക്കെ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അതിനും അപ്പുറത്തേക്ക് പോലീസിന് ചെയ്യാൻ ചിലതുകൂടി ഉണ്ട്. അത്തരം മറ്റൊരു സംഘത്തെ ഇങ്ങോട്ടേക്ക് അയക്കുക അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് എന്തുകൊണ്ട് കടക്കുന്നില്ല എന്നുള്ള ചോദ്യം അത് വരും മിനിറ്റുകളിൽ ഉയരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഇപ്പോൾ നിലവിലുള്ള പ്രോസസ്സ്
ചെയ്യുന്ന ഏക അന്വേഷണം, ഏക തിരച്ചിൽ എന്ന് പറയുന്നത് അത് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് 3 മുതൽ ഇന്ന് രാവിലെ 7:30 വരെയൊക്കെയുള്ള ഒരു സമയം വരെയുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ്. നേരത്തെ 3 തവണയോളം ഈ ബീച്ച് ഭാഗത്ത് തെരച്ചിൽ നടത്തിയിരുന്നു. പോലെ കന്യാകുമാരി ബീച്ചിന്റെ ഭാഗം ചുറ്റിക്കറങ്ങിക്കൊണ്ട അന്വേഷണം അത് പോലീസിന്റെ ഭാഗത്തുനിന്ന്, കേരള പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. തമിഴ്നാട് പോലീസിന്റെ 2 സംഘങ്ങൾ അത് പല സ്ഥലങ്ങളിൽ, ഈ കന്യാകുമാരി എന്ന് പറയപ്പെടുന്ന സ്ഥലം നമുക്കറിയാം, മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ പലതരത്തിലുള്ള കെട്ടിടങ്ങളുള്ള സ്ഥലങ്ങളാണ്. ഗല്ലികളുണ്ട്, ആരാധനാലയങ്ങളുണ്ട്, ഹോട്ടൽസുകളുണ്ട്, വലിയ വലിയ ഹോട്ടൽസുകളുണ്ട്, മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ അടക്കം അന്വേഷണം തമിഴ്നാട് പോലീസിന്റെ 2 സംഘങ്ങൾ നടത്തുന്നുണ്ട്. കേരള പോലീസിന്റെ 5 പേരടങ്ങുന്ന സംഘം ഇപ്പോൾ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലേക്ക് മാത്രം ഒതുങ്ങി ആ CCTV പരിശോധിക്കുന്ന അന്വേഷണം മാത്രമാണ് നടത്തുന്നത്. വേണു, ഷഫീദ്, സാധാരണഗതിയിൽ ഇങ്ങനെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളൊക്കെ അവിടെ വന്നിറങ്ങുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള കേന്ദ്രങ്ങളിലേക്ക് ഇവർ എത്തിപ്പെടാം, അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിലേക്ക് ആളുകൾ ഇവരെ കൊണ്ട് എത്തിക്കാം, ആ സാധ്യതകളൊക്കെ തമിഴ്നാട് പോലീസിന് അറിയുന്നതാണ്. ആ മേഖലകളിലേക്ക് കൂടിയുള്ള പരിശോധന നടന്നിട്ടുണ്ടോ? വേണ്ടു, നമുക്കറിയാം ഈ കന്യാകുമാരി എന്ന് പറയപ്പെടുന്നത് അതൊരു ഇന്റർനാഷണൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. കാരണം ഈ ആളുകൾ പല സ്ഥലത്തു നിന്ന് വരുന്നുണ്ട്, പല സംസ്ഥാനങ്ങൾ, പല രാജ്യങ്ങൾ, അതിനുമൊക്കെ അപ്പുറത്തേക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പലതരത്തിലുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കന്യാകുമാരി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ഈ പെൺകുട്ടി എത്തിപ്പോയിട്ടുണ്ടോ അല്ലെങ്കിൽ എത്തിപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു ക്ലൂ വേണം വേണു. പക്ഷെ ആ ക്ലൂവിലേക്ക് ഇതുവരെ നമുക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം കന്യാകുമാരിയിലേക്ക് കുട്ടി എത്തിയെന്നത് തെളിയിക്കാൻ നമുക്ക് മുമ്പിൽ ആകെയുള്ളത് ആ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴി മാത്രമാണ്. അല്പസമയം മുൻപ് ഈ സിറ്റി പോലീസ് കമ്മീഷണറോട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ തേടിയിരുന്നു. അപ്പോൾ അദ്ദേഹം സംസാരിക്കുമ്പോൾ പോലും, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സംസാരിക്കുമ്പോൾ പോലും ആ മൊഴിയിൽ എന്തുമാത്രം വിശ്വാസ്യതയിൽ എടുക്കണം എന്നുള്ള കാര്യം നമ്മൾ പരിശോധിച്ചു വരികയാണ്. നമ്മൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന കാര്യം. അപ്പോൾ പോലീസിനെ സംബന്ധിച്ചും ആ മൊഴിയിൽ ഇനി ഊന്നിക്കൊണ്ടൊരു അന്വേഷണം നടത്തി സമയം കളയണമോ എന്നുള്ളൊരു ചോദ്യം അവർക്ക് മുൻപിലുണ്ട്. പക്ഷേ അങ്ങനൊരു ചോദ്യം അവർ സ്വമേധയാ ചോദിക്കുമ്പോൾ പോലും ഇനി എന്ത് വഴി എന്നുള്ളൊരു വാട്ട് നെക്സ്റ്റ് എന്നൊരു ചോദ്യമുണ്ട്. അതിനവർക്ക് മറുപടിയില്ല. അതിനവർക്ക് മറുപടി പറയണമെങ്കിൽ തൊട്ടടുത്ത മണിക്കൂറുകളിൽ വൈറ്റലായി മറ്റെന്തെങ്കിലും ഒരു വിവരം കിട്ടണം. അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിശോധനയാണ് ആ CCTV ദൃശ്യങ്ങൾ. അത് വളരെ വിശദമായി പരിശോധിക്കുന്നതിനുള്ള അവർ ലക്ഷ്യം വെക്കുന്നത്. RPFO തമിഴ്നാട് പോലീസോ പരിശോധിക്കുന്ന അപ്പുറത്തേക്ക് കേരള പോലീസ് തന്നെ സമയമെടുത്തുകൊണ്ട് പരിശോധിക്കുന്ന രീതിയാണ് അവർ ഇപ്പോൾ നടത്തുന്നത് എന്നുള്ളതാണ് അവർ നൽകുന്ന വിശദീകരണം. പക്ഷേ നമുക്ക് ഇനിയും തപ്പാൻ സ്ഥലങ്ങൾ വളരെ കൂടുതലുണ്ട്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എരണിയിൽ അടക്കമുള്ള സ്ഥലം, അതേപോലെ തന്നെ നാഗർകോവിൽ നിന്ന് പല സ്ഥലത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകാം. തിരുനെൽവേലി അടക്കമുള്ള സ്ഥലത്തേക്ക് പോകാം, രാമേശ്വരം അടുത്തേക്ക് ഉള്ള സ്ഥലത്തേക്ക് പോകാം, ചെന്നൈയിലേക്ക് പോകാം. അപ്പോൾ നാഗർകോവിലിനെ ഒരു ഹബ്ബാക്കിക്കൊണ്ട് കന്യാകുമാരി ഒരു ഡെഡ് എൻഡ് ആണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനപ്പുറത്തേക്ക് നാഗർകോവിലിനെ ഒരു ഹബ്ബാക്കിക്കൊണ്ട് അന്വേഷണം നടത്തുമോ? അതിൽ പോലീസ് പറയുന്ന കാര്യം അങ്ങനെ അവിടെ ഇറങ്ങാനുള്ള മനോനില കുട്ടിക്ക് ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യമാണ്. പക്ഷേ ഈ ഒരു അവസരത്തിൽ നമ്മൾ കുട്ടിയുടെ മനോനില അത് ഏത് രീതിയിൽ മാറുമെന്നൊന്ന് ചിന്തിച്ച് നമുക്കൊരു പ്രീ പ്ലാൻഡ് സംവിധാനം, ഒരു പ്രീ പ്ലാൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഒന്നും സാധ്യമല്ല. നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് സംശയമുള്ള സാധ്യതകളുള്ള സകല സ്ഥലത്തും പരിശോധന നടത്തുക എന്നുള്ളത് മാത്രമാണ്. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. S വിജയകുമാറും ചേരുന്നുണ്ട്. വിജയകുമാർ, ഇപ്പോൾ ഷഫീദ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, കേരള പോലീസിന്റെ അവിടെ എത്തിയിരിക്കുന്ന 5 അംഗ സംഘം ഈ ഓട്ടോ ഡ്രൈവറുടെ മൊഴിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് പോകേണ്ട എന്ന് ആലോചിക്കുന്നു എന്നാണ്. കാരണം ആ ഒരൊറ്റ വാക്ക് കേട്ടുകൊണ്ട് അവിടെ തന്നെ കേന്ദ്രീകരിക്കുക അന്വേഷണം, അത് എത്രമാത്രം ഫലപ്രദമാകുമെന്ന് കേരള പോലീസിൽ നിന്നുള്ള ഈ 5 അംഗ സംഘം സംശയിക്കുന്നുണ്ടാകും. പിന്നെ ഈ പറയുന്ന ഈ കുട്ടി ഇനി അവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അന്യസംസ്ഥാനത്തെ കുട്ടിയാണ്, അവരെ പറ്റി മോശമായി പറയുകയല്ല, പക്ഷേ തീവണ്ടികളിൽ ഇവർ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ ടിക്കറ്റ് എടുക്കുന്ന രീതികളില്ല. ഇനിയിപ്പോൾ തമിഴ്നാട്ടിലെത്തി ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമൊക്കെ സൗജന്യ യാത്രയാണ് അവിടെ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ കന്യാകുമാരി മാത്രം കേന്ദ്രീകരിച്ച് നിന്നാൽ ഈ കുട്ടി പോകാൻ സാധ്യതയുള്ള ഒരുപാടിടങ്ങളുണ്ട്. അവിടേക്കൊക്കെയുള്ള പരിശോധനകൾ അതിവേഗത്തിൽ നടത്തിയില്ല എങ്കിൽ പിന്നെ വളരെ സങ്കീർണമാകില്ലേ ഈ കുഞ്ഞിനെ കണ്ടെത്തുക എന്നത്? വേണു, തീർച്ചയായും ഈ സമയം വൈകുന്തോറും ഈ അന്വേഷണം കൂടുതൽ സങ്കീർണമാവുകയാണ്, അതിൽ തർക്കമൊന്നുമില്ല. ഇപ്പോൾ ഒരു 3 സാധ്യതയെപ്പറ്റി ചില പോലീസ് ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ഈ കുട്ടി ചെന്നൈയിലേക്ക് പോയിട്ടുണ്ടാകാം എന്നുള്ളത് കൊണ്ട് ട്രെയിനുകളിൽ വിശദമായ പരിശോധന നടത്തുക. മറ്റൊന്നിന് കന്യാകുമാരിയിൽ ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ കന്യാകുമാരിയിൽ നിൽക്കാതെ ബസ്സിലോ മറ്റേതെങ്കിലും വഴിയിലോ തിരികെ തിരുവനന്തപുരത്തേക്ക് വരാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് ആ നിലയ്ക്കുള്ള പരിശോധന നടത്തുക. 3, ഈ പാറശാല വരെ കുട്ടി ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് കന്യാകുമാരിക്കും പാറശാലയ്ക്കും ഇടയിലുള്ള മറ്റു റെയിൽവേ സ്റ്റേഷനുകളിൽ പരിശോധന നടത്തുക. ഈ 3 സാധ്യതകളിലേക്ക് ഈ പോലീസ് സംഘം കടന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ വേണു സൂചിപ്പിച്ചതുപോലെ കൂടുതൽ ആലോചിച്ച് നിൽക്കാൻ കഴിയില്ല. ലഭ്യമായ സംവിധാനങ്ങളെല്ലാം ഒരുക്കി എന്തൊക്കെയാണോ സാധ്യതകൾ ഉള്ളത് അതിലേക്ക്
വേഗത്തിൽ കടക്കുക മാത്രമേ നിർവാഹമുള്ളൂ. പക്ഷേ ഈ ചില സാധ്യതകൾ വളരെ എന്താണ് അതിൽ കാര്യമായ പുരോഗതി ഉണ്ടാകില്ല എന്ന് നമ്മൾ കരുതിയാലും പക്ഷേ നോക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അതും 1% ഒരു സാധ്യത ഉണ്ടെങ്കിൽ അവിടെയും തിരയണം, അവിടെയും പരിശോധന നടത്തേണ്ടി വരും. കാരണം കുട്ടി ഇത് വൈകുന്തോറും മണിക്കൂറുകൾ മിനിറ്റുകൾ വൈകുന്തോറും ഈ കണ്ടുകിട്ടാനുള്ള സാധ്യത ദുഷ്കരമാകും. നമ്മുടെ ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിൽ പ്രശ്നം ഉണ്ടാകും. ആഹാരം കഴിച്ചിട്ടുണ്ടോ എന്നറിയില്ല, കുട്ടി അവരുടെ കയ്യിൽ തീരെ പണമുണ്ടായിരുന്നില്ല, അതൊക്കെ പ്രശ്നങ്ങളാണ്. ഇനി ബസ്സിൽ കയറി ഇപ്പോൾ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ബസ്സിൽ കയറി മറ്റെവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ അപ്പോൾ അതിനൊരു ലക്ഷ്യമൊന്നുമില്ലാത്ത യാത്രയാണെന്നുള്ളതാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കുന്നത്. അങ്ങനെ ബസ്സിൽ കയറി എവിടേക്ക് പോകുമെന്ന ചോദ്യമുണ്ട്. അപ്പോൾ അതിന് മറ്റു ഭാഷകൾ അറിയില്ല, ഹിന്ദി മാത്രമേ അറിയൂ. അതൊക്കെ വെച്ച് ബസ്സിൽ കയറി മറ്റെവിടേക്കെങ്കിലും പോകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അതും തള്ളിക്കളയാൻ കഴിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട സാഹചര്യമുള്ളത്, ഇത് തിരുനെൽവേലി വഴി ചെന്നൈയിലേക്കുള്ള ട്രെയിനിൽ കയറിയിട്ടുണ്ടോ. രാവിലെ 5:50 മറ്റോ ആണ് ഒരു ട്രെയിൻ അവിടെ നിന്ന് ചെന്നൈക്ക് പുറപ്പെട്ടു എന്നൊരു റിപ്പോർട്ട് കണ്ടത്. ഇനി അത്തരമൊരു സാധ്യത ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. പക്ഷേ അവിടെ നടത്തിയ പരിശോധനയിലും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മറ്റു ട്രെയിനുകളിലേക്ക് കയറുന്നതിൻ്റെയോ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി എവിടേക്കെങ്കിലും പോകുന്നതിൻ്റെയോ അവിടെ എത്തിയതിൻ്റെതായോ CCTV ദൃശ്യങ്ങളൊന്നും ഈ കുട്ടി ഇടം പിടിച്ചിട്ടില്ല എന്നുള്ളത് ഈ ദൗത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു തടസ്സമായി നിൽക്കുന്നുണ്ട്. കന്യാകുമാരി കേന്ദ്രീകരിച്ച് ഈ നടത്തുന്ന തെരച്ചിലിൽ ഒറ്റ മൊഴി മാത്രമാണ് അതിൽ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വിവരവുമില്ല. 5 മണിക്കൂറായി കന്യാകുമാരിയിൽ നമ്മളിങ്ങനെ ചുറ്റിത്തിരിയുകയാണ്. അതിനിടയിലാണ് ഞാൻ പറഞ്ഞ ഈ മറ്റ് സാധ്യതകളെ പറ്റി പോലീസ് ആലോചിക്കുന്നത്. തിരുനെൽവേലി വഴി ചെന്നൈയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ റൂട്ടിൽ ഓടുന്ന ട്രെയിനുകളിൽ നടത്തുന്ന പരിശോധന. 2, കന്യാകുമാരിയിൽ ഇറങ്ങിയെന്ന മൊഴി കണക്കിലെടുത്ത് കന്യാകുമാരിയിൽ ഇതുവരെ തെരഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ ഇനിയിപ്പോൾ തിരികെ തിരുവനന്തപുരത്തേക്ക് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് മറ്റൊന്ന്. അതല്ലാതെ ഇനിയിപ്പോൾ പാറശാലയിലാണ് ഈ കുട്ടിയെ കണ്ടത്, പാറശാല വരെ കുട്ടി ഉണ്ടായിരുന്നുവെന്ന് മൊഴിയുള്ളതുകൊണ്ട് പാറശാലയ്ക്കും കന്യാകുമാരിക്കും ഇടയിലുള്ള ഏതെങ്കിലും സ്റ്റേഷനുകളിൽ കുട്ടി ഇറങ്ങിയിട്ടുണ്ടോ എന്ന പരിശോധന നടത്തുക. ഈ 3 സാധ്യതകൾ കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്. അതിനപ്പുറത്തേക്ക് എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിൽ ഒരു ലീഡും ഇതുവരെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. ഈ കുട്ടിയുടെ ചിത്രം വ്യാപകമായി അപ്പോൾ ഈ പറയുന്ന കന്യാകുമാരി ബീച്ചിലും അവിടുത്തെ കടകളിലും ഒക്കെ ആളുകൾ കാണിക്കുന്നുണ്ട്. ഇനി പറയുന്ന മറ്റേതെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നെങ്കിൽ അതിലേതെങ്കിലും ഒരാൾക്ക് ഈ കുട്ടിയെ തിരിച്ചറിയാൻ കഴിയണമായിരുന്നു. ഇതുവരെ അതിനും സാധ്യത ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ കന്യാകുമാരി നഗരത്തിൻ്റെ ഭാഗത്തും ഒക്കെ വിവിധ മേഖലകളിൽ നിന്ന് CCTV ദൃശ്യങ്ങൾ തമിഴ്നാട് പോലീസ് ശേഖരിക്കുന്നുണ്ട്, സമാന്തരമായെന്ന് പറയുന്നു. അവർക്കും ഏതെങ്കിലും തരത്തിൽ ലീഡ് കിട്ടിയിട്ടില്ല എന്നതുകൊണ്ട് കന്യാകുമാരിയിൽ എത്ര സമയം നമ്മൾ തുടരണമെന്ന ചോദ്യം ഉയരുന്നുണ്ട്. പക്ഷേ തള്ളിക്കളയാൻ കഴിയുന്നില്ല. ഒരു മൊഴി, ശക്തമായ മൊഴി അവിടെ ഉണ്ട്. ആ ഓട്ടോ ഡ്രൈവർ അത് ആ കുട്ടി തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ 3 സാഹചര്യത്തോടൊപ്പം കന്യാകുമാരിയും എന്ന നിലയിലേക്ക് പോലീസ് കുറെ കൂടി അന്വേഷണം വിപുലപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് കുറെ വിപുലമായ പോയിന്റിലേക്ക്, വിപുലമായ മേഖലകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. അതുമാത്രമേ ഈ ഘട്ടത്തിൽ കരണീയമായിട്ടുള്ളൂ. കന്യാകുമാരിയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതിൽ എത്രത്തോളം അത് ലക്ഷ്യപ്രാപ്തിയിലേക്ക് നീങ്ങുമെന്നത് സംശയമാണ്. അതുകൊണ്ട് കൂടുതൽ മേഖലകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട് പോലീസ് എന്ന് തന്നെയാണ് നമുക്കും കിട്ടുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ വേണം. ശരി, എന്തായാലും തസ്മിത് തംസ് എന്ന 13-കാരി എവിടെ എന്ന കാര്യത്തിലുള്ള സംശയം ബാക്കി നിൽക്കുകയാണ്. അന്വേഷണ സംഘത്തിന് നിലവിൽ ഒരു തുമ്പും കിട്ടിയിട്ടില്ല. ഒരു ഓട്ടോ ഡ്രൈവറുടെ മൊഴി, ഒരു ടീ ഷോപ്പുകാരൻ്റെ സ്ഥിരീകരിക്കാത്ത പ്രതികരണം, ഈ രണ്ടിൻ്റെയും അടിസ്ഥാനത്തിൽ ഇപ്പോഴും കേരള പോലീസിൽ നിന്നുള്ള 5-അംഗ സംഘം, തമിഴ്നാട് പോലീസിന്റെ 2 സംഘം കന്യാകുമാരി കേന്ദ്രീകരിച്ച് തന്നെ ഊർജിതമായ തിരച്ചിൽ നടത്തുകയാണ്.